ചാനൽ പരിപാടികളും ഉദ്ഘാടനങ്ങളുമൊക്കെയായി നേരത്തെ സജീവമായിരുന്നു അനുമോൾ. ഷൂട്ട് കഴിഞ്ഞ് നേരെ ഉദ്ഘാടനത്തിന് പോവാറുണ്ട്. വേണ്ടത്ര വിമർശനം പോലുമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്താണ് ഇവിടെ വരെ എത്തിയതെന്ന് അനു തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ വിജയിച്ചതിന് ശേഷവും ഉദ്ഘാടനങ്ങളിൽ സജീവമാണ് അവൾ. ജന്മനാട് നൽകിയ സ്വീകരണത്തിലും അനുവിനും സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു. ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും PR-ലൂടെ നേടിയ വിജയമെന്ന വിമർശനങ്ങളുമെല്ലാം മറുപടി നൽകുന്നുമുണ്ട് നടി. RJ മാത്യുക്കുട്ടിയും രാജ് കലേഷിനുമൊപ്പമുള്ള വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുള്ളത്. ബിഗ് ബോസിൽ നിന്ന് മൊത്തം പൈസ കിട്ടിയിട്ടില്ല, കാറ് വരാൻ ലേറ്റാവും, 16 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസ് പോയില്ലായിരുന്നു. ഭയങ്കര പിശുക്കിയാണെന്ന് എന്നെ അറിയാവുന്നവരെല്ലാം പറയാറുള്ളതാണ്. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് 16 ലക്ഷം കൊടുത്ത് ബിഗ് ബോസിൽ കയറുന്നതിനായിരുന്നു PR വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് പ്രതികരിച്ചത്. മത്സരാർത്ഥിയായിരുന്ന അനീഷിനെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾക്കും അനു മറുപടി നൽകിയിരുന്നു. അനീഷ് ചേട്ടനെ കെട്ടുമോ അതോ PR-നെ കെട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. അവരെ രണ്ടുപേരെയും ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രണ്ടുപേരും എൻ്റെ സഹോദരങ്ങളാണ്. ഞാൻ വേറെ ആരെങ്കിലും കെട്ടും എന്നായിരുന്നു മറുപടി. ഉടൻ പണം ചെയ്യുന്ന സമയത്താണ് കലേഷും മാത്യുക്കുട്ടിയും അനുവുമായി പരിചയത്തിലായത്. ഞാൻ ആർട്ടിസ്റ്റാണ്, പണം വരയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, സീരിയൽ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞ അനുവിനെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പരിപാടിയിൽ കണ്ടാൽ ചേട്ടാ വരുന്നുണ്ടോ, തിരുവനന്തപുരത്തേക്ക് കാറിൽ സ്ഥലമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത്രയും സിമ്പിളാണ് അനു എന്നായിരുന്നു കലേഷിൻ്റെ കമൻറ്റ്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെല്ലാം എനിക്ക് ഒരുപോലെയാണ്. ഗെയിമിൻ്റെ ഭാഗമായാണ് ഓരോന്നും ചെയ്യുന്നത്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും കൂടെ നിൽക്കാനാവില്ല. ലക്ഷ്മിയും മസ്താനിയും ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ നിന്നതെന്നും അനു പറഞ്ഞിരുന്നു. ആരെങ്കിലും പിന്നിൽ നിന്നും കുത്തിയതായി തോന്നിയോ എന്ന് കലേഷ് ചോദിച്ചപ്പോൾ ശൈത്യ എന്നായിരുന്നു ആളുകളുടെ പ്രതികരണം. പിന്നിൽ നിന്നും കുത്തിയില്ല, പിന്നിട്ട് കുത്തി. അതെല്ലാം ഞാൻ അവിടെ കളഞ്ഞിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ പോയില്ല. ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അവിടെ പോയപ്പോൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടാസ്കും ഗെയിമും ഒക്കെ ആയപ്പോൾ ഫോണിൽ നിന്നുള്ള വിഷമമില്ലായിരുന്നു. സ്നേഹമുള്ളത് കൊണ്ടാണ് ലാലേട്ടൻ വഴക്ക് പറയാറുള്ളത്. ഇതെന്താണ് എന്നെ മാത്രം വഴക്ക് പറയുന്നതെന്ന് അന്ന് ചിന്തിച്ചിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീടാണ് മനസ്സിലായത്. അമ്മയും ചേച്ചിയുമൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞത്. PR-ലൂടെയായി ഷോ ജയിക്കാനൊന്നും പറ്റില്ല. വോട്ടിങ്ങിലൂടെയാണ് ഞങ്ങൾക്കെല്ലാം എന്നെ തിരഞ്ഞെടുത്തത്. ജയിപ്പിച്ച് വിടുക എന്നതല്ല PR, അത് വെറും സപ്പോർട്ട് മാത്രമാണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നും പിന്തുണയുണ്ടെന്നും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഷോയിലേക്ക് പോയത്. സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് എന്നെ കാണുന്നതെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണെന്നും പറഞ്ഞായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.